ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള ടൈപ്പിസ്റ്റ് എക്സാമിന്റെ ഇംഗ്ലീഷിന്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ഞാൻ വീട്ടിലല്ല കേട്ടോ, പുറത്തുനിന്നാണ് ഈ ഒരു വീഡിയോ പിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എഴുതാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം, ദ പബ്ലിഷർ ടോൾഡ് മീ ദാറ്റ് മൈ മിസ്റ്റേക്സ് വുഡന്റ് ബി എ പ്രോബ്ലം ഇൻ ദി ഫ്യൂച്ചർ. ഐ തോട്ട് ഹി വാസ് വെരി കൈൻഡ്, ബട്ട് ലേറ്റർ ഐ റിയലൈസ് ദാറ്റ് ഹി വാസ് ഗിവിംഗ് മീ എ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ്. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയത്തിന്റെ മീനിങ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ സാധാരണ റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് ഷെയ്ക്ക് ഒക്കെ കൊടുക്കുക അല്ലെ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇൻസൾട്ട് ചെയ്യാന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ്, ഇൻസൾട്ടിങ് റിമാർക്ക് ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഗിവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ. ഓക്കെ, സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ, ഒരു മൊത്തത്തിലുള്ള ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് മീനിങ് വരുന്ന വാക്ക് ഏതാണ്? നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. ഡിബാക്കിൾ അല്ലെ, ഡിബാക്കിൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ബാക്ക് ആവുക എന്ന് പറഞ്ഞാൽ മൊത്തം ഫെയിലിയർ ആയി, അല്ലെങ്കിൽ ചില ആൾക്കാർ ഫെയിലിയർ ആയി എന്ന് പറഞ്ഞാൽ പുറകിലേക്ക് പോവാ, ബാക്ക് എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ ഡിബാക്കിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ നാശമാണ് അല്ലെ, ഫുൾ ഇങ്ങനെ ഹോളോ ആവുക, ഫുൾ ഇങ്ങനെ നശിച്ചു പോവുക എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഇനി മാലഡി എന്ന് പറഞ്ഞാൽ എന്താ? മാലഡി എന്ന് പറഞ്ഞാൽ എയിൽമെന്റ് ആണ് അല്ലെ, ഒരു അസുഖം വരിക അല്ലെങ്കിൽ ഒരു സിക്നെസ്, ആ ഒരു മീനിങ് ആണ് മാലഡി. മെലഡി ചോക്ലേറ്റ് കഴിച്ചാൽ അസുഖം വരും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. നെമെസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതികാരം, ശിക്ഷ എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്കാണ് നെമെസിസ് കേട്ടോ, നെമെസിസ്. അപ്പൊ കിട്ടിയല്ലോ, സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ എന്താണ്? ഡിബാക്കിൾ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി വേർഡ് വിച്ച് ഇസ് സിനോണിം ഓഫ് ക്ലിഷേ. ക്ലിഷയുടെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. സിനോണിം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതേ മീനിങ് വരുന്ന വാക്ക് അല്ലെ. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? സ്റ്റീരിയോ ടൈപ്പ് ആണ്. സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ പറയില്ലേ, ഒരു ടൈപ്പ് ആണ്, ഒരേ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് കേട്ടോ. പീജിയൻ ഹോൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, പീജിയൻ ഹോൾ, അതൊക്കെ അതിന്റെ സിനോണിംസ് ആയിട്ട് പറയുന്ന വാക്കുകളാണ്. അപ്പൊ ക്ലിഷേ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സ്റ്റീരിയോ ടൈപ്പ് ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് എ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ. നെഗ്ലിജൻസ് ഫ്രം ദി പാരന്റ്സ് കോസസ് ദി ചിൽഡ്രൻ ടു ലുക്ക് ഡാഷ് എഫെക്ഷൻ എൽസ്വെയർ. ഓക്കെ, അപ്പൊ ലുക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുക അല്ലെ, സെർച്ച് ചെയ്യുക എന്നുള്ളൊരു മീനിങ് വരുന്ന ഫ്രേസൽ വെർബാണ് ലുക്ക് ഫോർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിക്ഷണറി ഡയറക്ടറിയിലുള്ള വേർഡ്സിനൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് ലുക്ക് അപ്പ് പറയുക അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു ഡയറക്ടറി ഡിക്ഷണറി ഒക്കെ മുകളിലാണ്, അപ്പൊ അപ്പിലാണെന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കുക. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് ലുക്ക് ഫോർ പറയാം. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് നെഗ്ലിജൻസ് ഫ്രം ദി പാരന്റ്സ് കോസസ് ദി ചിൽഡ്രൻ ടു ലുക്ക് ഫോർ എഫെക്ഷൻ. അവർ എഫെക്ഷന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യായിരുന്നു അല്ലെങ്കിൽ നോക്കുമായിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഫൈൻഡ് ദി ഫിഗർ ഓഫ് സ്പീച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ്. മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദി മൂൺ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഏത് ഫിഗർ ഓഫ് സ്പീച്ച് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സിമിലി ആണ് ആൻസർ ആയിട്ട് വരിക. സിമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപമയാണ് കേട്ടോ, ഉപമയാണ്. അപ്പൊ മൂണുമായിട്ട് ഇവിടെ ഉപമിച്ചേക്കാണ് അല്ലെ. എന്റെ ബ്ലഡ് മൂണിനെ പോലെ അത്രയും തണുത്തിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ലൈക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഉപമയായിട്ടാണ് പറയാറ് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതേപോലെ തന്നെ മെറ്റഫർ, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ക്യാമൽ ഇസ് ദ ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട്. ഓക്കെ, ക്യാമൽ ആണ് ഡെസേർട്ടിലെ ഷിപ്പ്. അപ്പൊ അങ്ങനെ പറയുന്ന കേസുകളാണ് മെറ്റഫർ ആയിട്ട് പറയാ. അതായത് ഒന്ന് മറ്റൊന്നാണെന്നുള്ള രീതിയിൽ പറയാണ്. പക്ഷെ അവിടെ നമ്മൾ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് അങ്ങനെയൊന്നും പറയില്ല. ലൈക്ക് ഒക്കെ വരുമ്പോൾ അത് സിമിലിയാണ്. പക്ഷെ ക്യാമൽ ആണ് ഡെസേർട്ടിലെ ഷിപ്പ്, ആ ഒരു രീതിയിൽ നമ്മൾ പറയുമ്പോൾ അത് മെറ്റഫർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദി സെന്റൻസ് വിച്ച് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. അപ്പൊ ഇത് റീസെന്റ് ആയിട്ട് നമ്മൾ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാർ എല്ലാവരും ശരിയാക്കി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ്. ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിത്തിങ് ഇസ് എ മിസ്റ്ററി. റീസൺ ചോദിക്കുകയാണെങ്കിൽ പ്രപ്പോസിഷന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് ഒബ്ജക്റ്റീവ് ഫോം വേണം യൂസ് ചെയ്യാൻ. പ്രപ്പോസിഷൻ ബിറ്റ്വീൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്, എമങ് എന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷൻ ആണ്. അപ്പൊ പ്രപ്പോസിഷന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഒബ്ജക്റ്റീവ് ഫോം വേണം യൂസ് ചെയ്യാൻ. യുവും അതേപോലെ തന്നെ യു ആൻഡ് മീ അല്ലെ, അപ്പൊ രണ്ടുപേരും ഒരേപോലെ ആയിരിക്കണം. എങ്ങനെ? ഒബ്ജക്റ്റീവ് ഫോമിലായിരിക്കണം. ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്ജക്റ്റീവ് ഫോം ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ് ഫോം ആണ് മീ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആൻസർ ഇറ്റ് ഇസ് ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിത്തിങ് ഇസ് എ മിസ്റ്ററി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് ആൻ ആപ്റ്റ് ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ലുക്കിംഗ് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ കാണ്ട് ഡാഷ് വാട്ട് വെന്റ് റോങ്. ഓക്കെ, അപ്പൊ എന്തോ തെറ്റ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പാസ്റ്റിലേക്ക് ഇങ്ങനെ
എനിക്ക് എന്താണ് തെറ്റ് വന്നതെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. ഫിഗർ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല. ആ ഒരു മീനിങ് ആണ് ഫിഗർ ഔട്ട്. ഓക്കെ, സോ ഇറ്റ്സ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ചൂസ് ദി കറക്റ്റ് സ്പെല്ലിംഗ്. ദേ പെർഫോംഡ് ദ ലാസ്റ്റ് ഡാഷ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ബിഫോർ ദ ബോഡി വാസ് ക്രിമേറ്റഡ്. ഓക്കെ, അപ്പൊ അവസാനത്തെ ഒരു ചടങ്ങായിരുന്നു. ആ ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ മീനിങ് വരുന്ന റൈറ്റ് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. റൈറ്റ്സ് ആണ്. RITES എന്ന് പറഞ്ഞാൽ ചടങ്ങാണ് കേട്ടോ. അത് എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. RITES എന്ന് പറഞ്ഞാൽ ചടങ്ങാണ്. ഓക്കെ, ഇനി ഈ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ അവകാശങ്ങളാണ് അല്ലെ, നമ്മുടെ റൈറ്റ് എന്നൊക്കെ പറയില്ലേ. പിന്നെ ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എഴുതുക എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി ഓപ്ഷൻ ഡി റൈറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളെയാണ് നമ്മൾ റൈറ്റ് എന്ന് പറയുക. WRIGHT. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കയറാം. 69th വൺ. ഐഡന്റിഫൈ ദ സെന്റൻസ് വിച്ച് ഇസ് ഇൻ ദി പാസീവ് വോയിസ്. പാസീവ് വോയിസ് ഉള്ളത് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഹി ഹാസ് റിസർവ്ഡ്, എന്തായാലും അത് തെറ്റാണ്. കാരണം ഹാസ്, ഹാവ്, ഹാഡിനൊക്കെ ശേഷം ബീൻ ചേർത്തിട്ടേ നമ്മൾ പാസീവിൽ പറയുള്ളൂ അല്ലെ. അപ്പൊ എന്തായാലും ഓപ്ഷൻ എ അല്ല. അതേപോലെ തന്നെ ഓപ്ഷൻ ബിയും അല്ല, കാരണം ഇവിടെയും ഹാഡ് മാത്രമേ കൊടുത്തിട്ടുള്ളേ. ഹാഡിന് ശേഷം ബീൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഓപ്ഷൻ ബിയും തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ. ഇനി ഓപ്ഷൻ സി നോക്കിയേ, ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദി പാർട്ടി. അപ്പൊ ഇത് ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. നമുക്കറിയാം ഇംപരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ലെറ്റ് പ്ലസ് ബി പ്ലസ് V3 ഫോം നമ്മൾ യൂസ് ചെയ്ത് പറയാറുണ്ട് അല്ലെ. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി. ഇനി ഓപ്ഷൻ ഡിയും കൂടെ നമുക്ക് നോക്കാം. ഐ ഷാൽ ഇൻഫോം ദം ഓഫ് ദിസ്. ഓക്കെ, ഐ ഷാൽ ഇൻഫോം. അപ്പൊ പാസീവിലല്ല, കാരണം പാസീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി V3 ഫോം ഓഫ് ദി വെർബ് വരണം. അപ്പൊ ഇവിടെ V3 ഫോം ഒന്നും കൊടുത്തിട്ടില്ല, ഇൻഫോം എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് റോങ്. ഓക്കെ, ഇനി 70th ക്വസ്റ്റ്യൻ. ചൂസ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഹി ചോസ് എ ബുക്ക്. ഓക്കെ, ചോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ചോസ് എന്ന് പറഞ്ഞാൽ ചൂസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ചോസ്. ഓക്കെ, അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർത്തിട്ടാ പറയാ? ഡിഡ് ചേർത്തിട്ട് പറയാം അല്ലെ. ഈ കൊടുത്തിട്ടുള്ള സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ എന്തായാലും നമ്മൾ നെഗറ്റീവ് ആക്കി പറയണം. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി, ഡിഡിന്റ് ഹി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫ്രം ദി വേ. വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡിന് ശേഷം നമ്മൾ വെർബിന്റെ ING ഫോം വേണം യൂസ് ചെയ്യാൻ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അവിടെ ആരും മാർക്ക് കൊണ്ടുപോയി കളയരുത്. വുഡ് യു മൈൻഡ് മൂവിങ് യുവർ കാർ ഫ്രം ദി വേ. അതേസമയം ഓർത്ത് വെക്കുക, വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് ഉണ്ടെങ്കിൽ അതിനുശേഷം വി ഹാവ് ടു യൂസ് V2 ഫോം ഓഫ് ദി വെർബ്. അല്ലെങ്കിൽ ഡു യു മൈൻഡിന് ശേഷം ഇഫ് ഉണ്ടെങ്കിൽ ഡു എന്ന് പറഞ്ഞാൽ പ്രസന്റ് അല്ലേ, അപ്പൊ V1 ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ഇൻ ദി ഫോളോയിങ് സെന്റൻസ് സപ്ലൈ എ വെർബ് ഇൻ എഗ്രിമെന്റ് വിത്ത് ഇറ്റ് സബ്ജക്ട്. ഐദർ ദ കാസ്റ്റ് ഓർ ദി ഡയറക്ടർ ഡാഷ് റെസ്പോൺസിബിൾ. നമുക്കറിയാം ഐദർ ഓർ വരുമ്പോ നമ്മൾ ആരെയും നോക്കണ്ടേ? സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കണം അല്ലെ. സെക്കൻഡ് സബ്ജക്റ്റ് ആരാ? ഡയറക്ടർ ആണ്. അപ്പൊ സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ആൻസർ ആയിട്ട് പറയാ? ഓക്കെ, അപ്പൊ സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ സിയും അതേപോലെ തന്നെ ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഐയുടെ കൂടെ യൂസ് ചെയ്യുന്ന ആളാണ് ആം അല്ലെ. ഇവിടെ ഡയറക്ടർ ആണ്, അപ്പൊ നമ്മൾ എന്തായാലും ആം പറയില്ല. സോ ഇവിടുത്തെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഐദർ ദ കാസ്റ്റ് ഓർ ദി ഡയറക്ടർ വാസ് റെസ്പോൺസിബിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ബീൻ സോ എ ഡാഷ് ഓഫ് കീസ് ലൈങ് ഓൺ ദി ഫ്ലോർ. നമ്മുടെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ബഞ്ച് ആണ് അല്ലെ. ഒരു കൊല എന്നൊക്കെ നമ്മൾ പറയില്ലേ, കീസിന്റെ ഒക്കെ ഒരു കൊല അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ ഒരു കൊല, അതൊരു കളക്റ്റീവ് നൗൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ മിസ്റ്റർ ബീൻ സോ എ ബഞ്ച് ഓഫ് കീസ് ലൈങ് ഓൺ ദി ഫ്ലോർ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ് ഡാഷ് യു കാൺ കംപ്ലീറ്റ് യുവർ പ്രൊജക്ട്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ അതർവൈസ് അല്ലെ. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു മീനിങ് വരുന്ന വേർഡ് ഏതാണ്? അതർവൈസ് ആണ് കേട്ടോ. അതർവൈസ് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വർ കമ്മിങ്. ഓക്കെ, അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹാഡ് പ്ലസ് V3 ഫോം ഉണ്ട് അല്ലെ. ഹാഡ് പ്ലസ് V3, ഹാഡ് നോൺ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസറിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും? ഹാവ് പ്ലസ് V3 ഉണ്ടാവും, പിന്നെ ഒരു വുഡും കൂടി ഉണ്ടാവും. സോ നമ്മുടെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ് യുവർ ഫേവറേറ്റ് ഡിഷസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് ദി കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷീ ആസ്ക്ഡ് മീ ഡാഷ്. ആസ്ക്ഡ് കാണുമ്പോൾ നമുക്കറിയാം അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്? എന്തായാലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ വരുന്ന ആൻസർ തന്നെ പറയാം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനകത്ത് ഓപ്ഷൻ എ ആണ് പാസ്റ്റ് ടെൻസിൽ വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെ. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഇഫ് ഐ നീഡഡ് ലഞ്ച് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം. ഓക്കെ, ദ തീഫ് ഡാഷ് ദി സ്പോട്ട്.
ഓക്കെ. ബൈ ദ ടൈം വി റീച്ച് ഹോം, ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും തീഫ് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആദ്യം നടന്നിട്ടുള്ള ആക്ഷൻ നമ്മൾ ഏത് ടെൻസിലാ പറയാ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും. രണ്ടാമത് നടന്നിട്ടുള്ള ആക്ഷൻ നമ്മൾ ഏത് ടെൻസിലാ പറയാ? സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയും അല്ലെ. സോ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ഹാഡ് ലെഫ്റ്റ് ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ബൈ ദ ടൈം എന്ന് പറഞ്ഞാൽ സെയിം ടൈം അല്ല, ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും എന്തോ കാര്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ആക്ഷൻ ആണ്. ആദ്യത്തെ ആക്ഷൻ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് പറയേണ്ടത്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. രമേശ് ഇസ് ഡാഷ് MBA ഗ്രാജുവേറ്റ്. ഓക്കെ. MBA ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്? എം അല്ലെ. അപ്പൊ എം എന്ന് പറയുമ്പോൾ എ വെച്ചിട്ട് പാൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. രമേശ് ഇസ് ആൻ MBA ഗ്രാജുവേറ്റ്. അപ്പോൾ നമ്മൾ എം നോക്കിയിട്ടല്ല അവിടെ ഫില്ല് ചെയ്യുന്നത്, അതിന്റെ സൗണ്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പൊ 78ന്റെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഇനി 79th നോക്കാം. ഹിസ് എക്സ്പ്ലനേഷൻ വാസ് സോ കോംപ്ലിക്കേറ്റഡ് ദാറ്റ് only dash students responded to his queries in the interview session. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ചിലപ്പോൾ ലിറ്റിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ലിറ്റിലും മച്ചും ഒക്കെ നമ്മൾ ആരുടെ കൂടെയാണ് യൂസ് ചെയ്യുക? അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ അൺകൗണ്ടബിൾ നൗൺ അല്ല, കാരണം സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഹിസ് എക്സ്പ്ലനേഷൻ വാസ് സോ കോംപ്ലിക്കേറ്റഡ് ദാറ്റ് only a few students responded to his queries in the interactive session. അടുത്ത് നോക്കാം. പുട്ട് ദി ഫ്രേസസ് ഇൻ ദി കറക്റ്റ് ഓർഡർ ടു അൺസ്ക്രാമ്പിൾ ദി സെന്റൻസ്. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ, ദിസ് ഇസ് വൺ ഓഫ്. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഇതിന്റെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ദിസ് എന്ന് പറയുമ്പോൾ തന്നെ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദിസ് ഇസ് വൺ ഓഫ് ദി അല്ലെ, ദിസ് ഇസ് വൺ ഓഫ്, പിന്നെ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ. അപ്പൊ വരേണ്ടത് CAB ആണ് അല്ലെ. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവരും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ എക്സാം ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇതുവരെയായിട്ടും 2 മാരത്തന്റെ ക്ലാസ്സുകൾ വെച്ചിട്ട് നമ്മൾ ഫുൾ ഇംഗ്ലീഷ് ഗ്രാമർ കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ടഫ് ആണെങ്കിൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടും പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഫ്രീ ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക, എങ്ങനെയുണ്ടായിരുന്നു എക്സാം, എങ്ങനെയുണ്ടായിരുന്നു. ഈ എക്സാം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ മാരത്തൺ സെഷൻ വൊക്കാബുലറിയുടെ August 15th നമ്മൾ വെക്കും കേട്ടോ. അപ്പൊ അവിടെ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ലൈവ് ക്ലാസ്സുകളിൽ. അപ്പോൾ താങ്ക് യു ഓൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.